ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ക്രിസ്പി ആയിട്ടുള്ള നെയ്റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ സാധാരണ നമ്മൾ നെയ്റോസ്റ്റ് ഉണ്ടാക്കാറുള്ളത് അരി കുതിർത്ത് അരച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നെയ്റോസ്റ്റ് ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ നമ്മുടെ നെയ്റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു അരക്കപ്പ് ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുതിർത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 4-5 മണിക്കൂറായിട്ടോ, ഒരു 4 മണിക്കൂറെങ്കിലും ഉഴുന്ന് പരിപ്പ് ഒന്ന് കുതിർത്ത് വെക്കുക. അപ്പോൾ ഇതാ ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 125 മില്ലിയാണ് കേട്ടോ അരക്കപ്പ് അളവ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു ഉഴുന്ന് പരിപ്പ് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. കപ്പളവില്ലെങ്കിൽ ഇനി ഗ്ലാസ്സിൽ അളന്നെടുത്താലും മതി. അര ഗ്ലാസ് ഉഴുന്ന് പരിപ്പ് കുതിർത്തതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉഴുന്ന് പരിപ്പ് എത്രയാണോ എടുത്തത് അതേ അളവിൽ തന്നെ ചോറും ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു അരക്കപ്പ് അളവ് ചോറും അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതും നല്ലതായിട്ട് നല്ല ഫൈനായിട്ട് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നമ്മൾ എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ പത്തിരിക്കോ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന വീട്ടിൽ തന്നെ പൊടിപ്പിച്ചിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ. നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി. അത് 1 കപ്പ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജാറ് നിറഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാനൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് ഒതുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ വലിയ ജാറാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ 1 കപ്പ് വെള്ളം തന്നെ ഒഴിച്ച് കൊടുത്തിട്ട് ഒറ്റ സമയം തന്നെ അടിച്ചെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇത് ജാറ് ഫുള്ളായതുകൊണ്ടാണ് ഇങ്ങനെ അടിച്ചെടുക്കുന്നത്. അപ്പോൾ അത് അടിച്ചെടുത്ത മാവ് ഞാൻ ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളൊക്കെ ഇനി 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം, അതായത് മാവ് ഒന്ന് സോഫ്റ്റായി പൊങ്ങി വന്നതിന് ശേഷമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് മാവ് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ടൊരു 8 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. പിന്നെ നമ്മൾ തണുപ്പുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തണുപ്പൊന്നും അടിക്കാത്തൊരു സ്ഥലത്ത് വെക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ട് കട്ടിയുള്ള ടർക്കിയോ എന്തെങ്കിലും വെച്ചിട്ട് പൊതിഞ്ഞ് വെച്ചാലും മതി കേട്ടോ. ഇപ്പോൾ കൂടുതൽ തണുപ്പുള്ള സമയമാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വരും മാവൊന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ രാത്രി മാവ് റെഡിയാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ മാവ് ഇവിടെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നെയ്റോസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് അരക്കപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുള്ള അതേ അരിപ്പൊടി തന്നെ, പത്തിരിപ്പൊടി കേട്ടോ, പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ഒരു പൊടി, അത് അരക്കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ റോസ്റ്റ് ചുട്ട് കഴിഞ്ഞാൽ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ബ്രൗൺ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് നെയ്റോസ്റ്റിന് അങ്ങനെ മധുരമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു പൊടിയൊന്ന് ഇതിൽ മിക്സായി വന്നപ്പോൾ കണ്ടില്ലേ, കുറച്ചൊന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്കൊരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നെയ്റോസ്റ്റിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ നമുക്ക് ബാറ്റർ വേണ്ടത്. എന്നാലുള്ള നമുക്ക് നല്ല തിന്നായിട്ട് ഇത് പരത്തി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ നമ്മുടെ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇരുമ്പിൻ്റെ പാനാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ഓയിൽ എന്തെങ്കിലും ആക്കി കൊടുക്കണം കേട്ടോ, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നല്ല തിന്നായിട്ട് പരത്തി കൊടുക്കാം. നമ്മൾ ദോശ പരത്തി കൊടുക്കുന്നത് പോലെ അല്ല കേട്ടോ നെയ്റോസ്റ്റിന് പരത്തി കൊടുക്കേണ്ടത്. ഇതുപോലെ അടുത്തടുത്ത് ഇങ്ങനെ തവി വെച്ചിട്ട് വേണം പരത്തി കൊടുക്കാൻ. എന്നാലുള്ളൂ നമുക്ക് നല്ല തിന്നായിട്ടുള്ള നെയ്റോസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അതാ ഞാനിവിടെ ഈ ഒരു പാന് ഫുള്ളായിട്ട് ഇതുപോലെ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഹൈ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ. നമ്മൾ പരത്തി കൊടുക്കുന്ന സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് വേണം പരത്തി കൊടുക്കാൻ. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യും എണ്ണയും ഞാൻ ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. നെയ്യും നല്ലെണ്ണയും ചേർത്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കാറുള്ളത്.
അപ്പോൾ ഞാനിതാ ഇതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല എണ്ണയാണ് കേട്ടോ. പിന്നെ ഞാൻ 1 ടീസ്പൂണ് നെയ്യും കൂടെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് നമുക്ക് നെയ് റോസ്റ്റിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ നെയ് റോസ്റ്റ് ഇവിടെ മൊരിഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ് വരുന്ന സമയത്ത് സൈഡിൽ നിന്നൊക്കെ ഇതുപോലെ പാനിൻ്റെ സൈഡിൽ നിന്ന് വിട്ട് വരും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്കിത് ഇതുപോലെ റോൾ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അത് അരിപ്പൊടി വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ് റോസ്റ്റ് നമുക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്